ഈശ്വമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. വിശുദ്ധ ലൂക്ക സുവിശേഷകൻ്റെ ഏറ്റവും സുന്ദരമായ വിവരണങ്ങളിലൊന്നാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദേവദൂതനെത്തി മംഗളവാർത്ത അവളുമായിട്ട് പങ്കുവയ്ക്കുന്ന സുവിശേഷ ഭാഗം. കാനായിലെ ഗ്രാമപ്രദേശത്തുള്ള ഒരു കൊച്ചു ഭവനത്തിൽ ദേവദൂതൻ ചെന്ന് കന്യകയായ 13-14 വയസ്സിൽ കൂടുതൽ പ്രായമില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുക്കൽ ചെന്ന് സുവിശേഷത്തിൻ്റെ വലിയ ദൂത് പങ്കുവയ്ക്കുകയാണ്. ദൈവിക രഹസ്യങ്ങളുടെ വലിയ വെളിപ്പെടുത്തൽ പങ്കുവയ്ക്കുകയാണ്. ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തുയർത്തി മാറ്റി നിർത്തിയവളായിരുന്നു എങ്കിൽ കൂടിയും അത് വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നതുകൊണ്ട് മറിയത്തിന് ദൈവദൂതൻ്റെ ദർശനം വലിയ ആശ്ചര്യമായിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ശലീന സുന്ദരിയായ ഒരു നാടൻ പെൺകുട്ടി അവൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഒരുപക്ഷെ ജോസഫുമായിട്ടുള്ള വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അനധിവിദൂര ഭാവിയിൽ അവരുടെ വിവാഹം നടക്കും. വിവാഹാനന്തരം ഒരു കുഞ്ഞു ജനിക്കുക, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. ഇവിടെ ദേവദൂതൻ പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു. നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമോ പക്വതയോ ഒന്നുമില്ലാത്ത ഒരു നാടൻ പെൺകുട്ടി ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ അമ്മ പറഞ്ഞു വെച്ച ഈ വാക്കാണ് ഗെത്സമൻ തോട്ടത്തിൽ ഈശോ ആവർത്തിക്കുന്നത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. തൻ്റെ ജീവിത പങ്കാളിയുടെ സ്വപ്നവും ആഗ്രഹവും ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴടങ്ങലാണ് എന്ന് വ്യക്തമായി അറിയാതെ തന്നെയാണ് വിശുദ്ധ യോസേപ്പ് ഗബ്രിയേൽ ദേവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ, ഒരു മറുവാക്ക് ചോദിക്കാതെ, ഒരു സംശയം ഉരയിടാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം കൈയാളിച്ചു കൊടുത്തത്. ഒരു കുടുംബം മുഴുവനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ കീഴ്വഴങ്ങുന്ന, തലകുനിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. ആ കുടുംബത്തെയാണ് പ്രിയപ്പെട്ടവരെ തിരുക്കുടുംബമെന്ന് നമ്മൾ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങുന്ന കുടുംബം. മാതാവ് പറഞ്ഞത് ഫിയാത്താണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന അവളുടെ സ്വതസിദ്ധമായ, നൈസർഗികമായ, ശാലീനമായ ഉത്തരം. ഇതാ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ എന്ന, എൻ്റെ കൺമുമ്പിൽ കാണുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചല്ല, എൻ്റെ തൊട്ടടുത്ത് കയ്യെത്തും ദൂരത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയോ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതാ എന്ന് ഞാൻ പറയുന്നത്. മറിയം പറയുന്നത്, ഞാൻ എൻ്റെ അപ്പനോടോ അമ്മയോടോ വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം പറയാവുന്നല്ല. മറിയത്തിൻ്റെ ഉത്തരം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു, ഇതാ ഈ നിമിഷം മുതൽ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. താൻ കീഴടങ്ങുന്നതും ശിരസ്സ് നമിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിലാണ്. ലോകത്തിൻ്റെ മോഹങ്ങളുടെ മുമ്പിലല്ല, ലോകത്തിലെ മറ്റേതെങ്കിലും വ്യക്തിയുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് മുമ്പിൽ സ്വയം കൈയാളിച്ചു കൊടുക്കുന്ന, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന, സ്വയം ദാസ്യത്വം പ്രഖ്യാപിക്കുന്ന മറിയം.
കർത്താവിനാണ് അവൾ ദാസ്യത്വം പ്രഖ്യാപിക്കുക. ദാസി എന്ന വാക്കിൻ്റെ അർത്ഥവും നമുക്ക് വളരെ വ്യക്തമാണ്. വേലക്കാരി അല്ല ദാസി. ദാസി കടയിൽ നിന്ന് വാങ്ങുന്ന വിൽപ്പന ചരക്കാണ്. ആ വസ്തുവിന്, അങ്ങനെയാണല്ലോ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്, അടിമകൾക്ക് ആത്മാവില്ല. മറിയം സ്വയം അടിമയാക്കി മാറ്റുകയാണ്. എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളില്ല, എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമില്ല, മറുചോദ്യങ്ങൾ എൻ്റെ ഉണ്ടാകില്ല. ദൈവം എന്താഗ്രഹിക്കുന്നു അത് അങ്ങനെ തന്നെ എന്നിൽ നിറവേറട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ കൂലിയെടുക്ക് സാറേ എന്ന് പറയാൻ അവകാശമുള്ളവനാണ്, ഉള്ളവളാണ് വേലക്കാരൻ, വേലക്കാരി. ദാസി കീഴടങ്ങാനും കീഴ്വഴങ്ങാനും തല്ലുകൊള്ളാനും അടിമയാകാനും വിധിക്കപ്പെട്ടവളാണ്. ആ ഒരു നിയോഗമാണ് മറിയം ഏറ്റെടുക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസി. കുശവൻ്റെ കയ്യിലെ കള്ളിമണ്ണ് പോലെ ദൈവം എന്താഗ്രഹിക്കുന്നു അതിന് സ്വയം കീഴടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണ്? എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്താ? ഒരു നല്ല ക്രിസ്ത്യാനിയായി തീരുന്നതിന് ഞാൻ ദൈവത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്താ? ഞാൻ പറയും, ഞാൻ ചോദിക്കും, ഞാൻ ആഗ്രഹിക്കും, ഞാൻ ആവശ്യപ്പെടും, എല്ലാം എനിക്ക് തന്നോണം. മറിയം അങ്ങനല്ല. മറിയം ദൈവത്തിന് മുമ്പിൽ സ്വയം ചെറുതാവുകയാണ്, കീഴടങ്ങുകയാണ്. നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, നിൻ്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. ഫിയാത്ത് പറയുന്ന മറിയം നമുക്ക് മാതൃകയാകട്ടെ. നമുക്കും ദൈവത്തോട് പറയാം. തിരുക്കുടുംബത്തിലെ ഓരോ വ്യക്തിയും പറഞ്ഞത് അവർ പറയാം, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.